അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൻ്റെയും ലെഫ്റ്റ് സൈഡിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ L ഓഫ് y ഡബിൾ ഡാഷ് വേണ്ടി വരും. അപ്പോൾ അതിന് ആ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട് എസ് സ്ക്വയർ L ഓഫ് y മൈനസ് എസ് ഇൻറ്റു y ഓഫ് 0 മൈനസ് എസ് ഡാഷ് എസ് ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു y ഡാഷ് 0. ഇനി L ഓഫ് y ഡാഷ് ആണെങ്കിൽ എസ് ഇൻറ്റു L ഓഫ് y മൈനസ് y ഓഫ് 0. അപ്പോൾ അങ്ങനെ പിന്നെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ y ഓഫ് 0 y ഡാഷ് 0 അങ്ങനെയുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ആ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അത് കഴിയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്ത് L ഓഫ് വൈക്ക് ദ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ടത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇപ്പോൾ L ഓഫ് വൈ കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കൂടെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് പ്രോബ്ലം ഫുള്ളാവുന്നത്. അപ്പോൾ നമുക്ക് y എന്ന സൊല്യൂഷൻ കിട്ടും. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ പ്രോബ്ലം ഈസ് സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു t. അതാണ് അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. y ഓഫ് 0 ഈക്വൽ ടു 1 y ഡാഷ് 0 ഈക്വൽ ടു -2. ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റെപ്പ് 1 ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ്സ്. So L of y double dash plus y is equal to L of t. ഇനി L of y double dash is s square L of y minus s into y of 0 minus y dash 0 plus L of y. ഇവിടെ നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പോലെ വരുന്നത് L of y is L of y തന്നെ. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t is 1 by s square. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇത്രയാണ് സ്റ്റെപ്പ് 1-ലുള്ളത്. സ്റ്റെപ്പ് 2-ലാണ് ഇനി അടുത്തത്. നമ്മൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് y ഓഫ് 0 ഈക്വൽ ടു 1 y ഡാഷ് 0 ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് സ്ക്വയർ ഇൻറ്റു L ഓഫ് y മൈനസ് y ഓഫ് 0 ഈസ് ഈക്വൽ ടു 1 minus y dash 0 equal to -2 minus -2 plus L of y is equal to 1 by s square. That is s square L of y minus s plus 2 into L of y is equal to 1 by s square. ഇനി നമുക്ക് L of yയിലേക്ക് ഇതിനെ സോൾവ് ചെയ്യണം. So L of y into s square plus 1 is equal to 1 by s square plus s minus 2. സോ ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഒറ്റ ടേമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ടേമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 1 by s square into s square plus 1 ഞാൻ ഡിവൈഡ് ചെയ്യാം, പ്ലസ് s minus 2 into s square plus 1. ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇനി ഇതിൻ്റെ ഇപ്പോൾ ഈ പാർട്ട് കഴിഞ്ഞു. L of y equal to 1 by s square, s square plus 1 വെച്ച് 2 ടേമിനെ ഡിവൈഡ് ചെയ്ത് 1 by s square into s square plus 1 plus s minus 2 into s square plus 1. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ്. അപ്പോൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3-ൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. സോ y is equal to L inverse of 1 by s square into s square plus 1 plus s minus 2 into s plus 1. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഒന്നുകിൽ ഈ പാർട്ട് സെക്കൻഡ് ടൈം ഈസ് s by s square plus 1 2 by s plus 1 വരും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 by s square plus 1 അത് നമുക്ക്
സൈൻ 2t cos 2t സൈൻ t cos t ആയിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു. അല്ലെങ്കിൽ അതിൽ എഴുതാം L inverse of s by s square plus 1 is cos t minus L inverse of minus 2 by s square plus 1 is equal to minus 2 sin t. അപ്പോൾ അതിൻ്റെ 2 ടൈം കിട്ടി. ഇനി L inverse of 1 by s square into s square plus s ആണ് കാണേണ്ടത്. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ കൺവല്യൂഷൻ മെത്തേഡ് ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ ഈസിയുള്ള ഏത് മെത്തേഡിലും ആ പാർട്ട് ചെയ്യാം. അപ്പോൾ കൺവല്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ 1 by s സ്ക്വയറിൻ്റെ ടി 1 by s സ്ക്വയർ പ്ലസ് 1ൻ്റെ സൈൻ ടി അത് രണ്ടും കൂടെ വെച്ചിട്ട് ചെയ്യാം, ഇൻറ്റഗ്രൽ 0 to t. അല്ലെങ്കിൽ കൺവല്യൂഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇതിൽ എ ബൈ എസ് സ്ക്വയർ ഒറ്റ ടൈമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൺവല്യൂഷൻ മെത്തേഡാണ് എടുക്കുന്നത്. 1 by s സ്ക്വയർ ഇൻറ്റു s സ്ക്വയർ പ്ലസ് 1. ഇതിപ്പോൾ s സ്ക്വയർ ആയതുകൊണ്ട് s പ്ലസ് ബി രണ്ടിൽ s സ്ക്വയർ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ എടുക്കണം എന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് തന്നെ ചെയ്യുവാണ്. as പ്ലസ് ബി ബൈ s സ്ക്വയർ പ്ലസ് സി എസ് പ്ലസ് ഡി ബൈ s square plus 1. So 1 is equal to as plus b into s square plus 1 plus cs plus d into s square. Put s equals 0. എന്തോരും ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ b പ്ലസ് b മാത്രം. So b is equal to 1. അടുത്ത് s equate coefficient of s cube. We get left side 0, right side a plus c. ഇനി അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ 0, റൈറ്റ് സൈഡിൽ ബി പ്ലസ് ഡി. നമുക്ക് ബി കിട്ടി, 1 കിട്ടി. സോ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു -1. ഇനി ഇക്വേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എസ്. implies left side 0, right side a, left side ടൈം ഒന്നുമില്ല. ഇവിടെ ഒന്നുകിൽ സി എസ് ക്യൂബും എസ് സ്ക്വയറും ടൈം ഉള്ളൂ. സോ എ ഈസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് സി ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ ദ എക്സ്പ്രഷൻ ഈസ് so 1 by s square into s square plus 1 is equal to b is equal to 1. 1 by s square minus 1 by s square plus 1 which is equal to L inverse of 1 by s square into s square plus 1. So which is equal to 1 by L inverse of 1 by s square minus L inverse of 1 by s square plus 1 which is equal to t minus sin t. ഇനി നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ 1 അനുസരിച്ച് so y is equal to substitute in 1. So y is equal to ആദ്യത്തെ എക്സ്പ്രഷൻ നമ്മളിവിടെയാണ് എഴുതിയത് 1 by ഇവിടെ 1 by s square into s square plus 1 ഉണ്ട്. അപ്പം
ഈ പാർട്ട് ഈസ് ഈക്വൽ ടു ടി മൈനസ് സൈൻ ടി. ഇനി ബാക്കി കിട്ടിയത് ടി മൈനസ് സൈൻ ടി. ഇനി ബാക്കി ഇവിടെ ഉള്ളത് കോസ് ടി മൈനസ് 2 സൈൻ ടി. plus cos t minus 2 sin t. So the answer is t minus 3 sin t plus cos t. Next problem, solve y double dash plus 3y dash plus 2y equal to delta of t minus 1 given that y of 0 equal to 0, y dash 0 equal to 0. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ്സ്. അപ്ലൈ ലാപ്ലാസ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ്സ്. L of y double dash plus 3y dash plus 2y is equal to L of delta of t minus 1. Delta is Dirac delta function. Unit impulse function. So L of y double dash is s square L of y minus s y of 0 minus y dash 0 plus 3 into s L of y minus y of 0 plus 2 into L of y is equal to e raised to minus s. So L of y into s square plus 3s plus 2. അപ്പോൾ y of s y of 0 0 s into 0 minus 0 is equal to e raised to minus s. y of 0 y dash 0 0 ആയതുകൊണ്ട്. So L of y is equal to e raised to minus s by s square plus 3s plus 2. ഇനി നമ്മളിതിൻ്റെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറാണ് യൂസ് ചെയ്യണത്. അതിന് നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ റേസ്റ്റ് മൈനസ് എസ് ഒഴിച്ചിട്ടുള്ള ടൈം 1/s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. which is equal to 1/s square plus 3s plus 2 ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/s plus 2 into s plus 1. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. a/s plus 2 plus b/s plus 1. അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ഇതെടുത്തു LCM എടുത്ത് ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 is equal to a into s plus 1 plus b into s plus 2. ഇനി പുട്ട് s equal to -1 കൊടുത്തു കഴിയുമ്പോൾ 1 is equal to -1 plus 2 b. ഈ പുട്ട് s equal to -2 കൊടുത്തു കഴിയുമ്പോൾ സെക്കൻഡ് ടൈം 0 1 is equal to -2 plus 1 എന്ന് പറഞ്ഞാൽ -1. So a equal to -1. Therefore a equal to -1. ഇവിടെ തന്നെ ബാക്കി എഴുതാം. So L inverse of 1/s square plus 3s plus 2 is equal to a is equal to -1/s plus 2 plus b is equal to 1/s plus 1. So this L inverse of this one. Which is equal to L inverse of 1/s plus 2 is -1/s plus 2 is -1 by minus e raised to -2t plus
e raised to minus t. 1 by s minus a is e raised to at. അപ്പോൾ ഇവിടുത്തേത് -2 ആണ്. അപ്പോൾ e raised to minus 2t. So L inverse of therefore y is equal to L inverse of e raised to minus s by s square plus 3s plus 2. So by shifting theorem, this is equal to, so inverse is using second shifting theorem. Inverse is നമുക്ക് e raised to minus 2 into t, replace t by t minus 1 u 1 t plus e raised to minus of t minus 1 u 1 t, which is equal to 0 for t less than 1 equal to e raised to minus of 2 into minus 1 plus e raised to minus of t minus 1 for t greater than or equal to 1.